ലവ്ലി ലവ്ലി എന്ന് പറഞ്ഞ ചിത്രത്തിന്റെ ടീസർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കൊന്ന് കണ്ടാലോ? ഇപ്പൊ കാണാം. അപ്പൊ ഒരു ഈച്ച മരിച്ച പ്രേതാവാല്ലേ? ഈച്ച എന്റെ അടുത്തൊരു ഈച്ച സംസാരിച്ചു. ഈച്ച സംസാരിച്ചു. അത് നമ്മളെ ഇതിനു മുമ്പ് ഒരു ചിത്രം കണ്ടല്ലേ, ഈച്ച എന്ന് പറഞ്ഞ ആ സിനിമയുടെ ഒക്കെ ഒരു മേക്കിംഗ് ആയിട്ട് വരുന്ന അതിനേക്കാളും ക്വാളിറ്റിയോട് കൂടിയുള്ള 3D ഹൈബ്രിഡ് ആനിമേഷൻ ചിത്രമായിട്ടാണ് ഈ സിനിമ പുറത്തിറങ്ങാൻ പോകുന്നത്. ലവ്ലി എന്നാണ് ചിത്രത്തിന്റെ പേര്. ബാക്കി കാണാം നമുക്ക്. ഒരു സാധാരണ ഈച്ച മനുഷ്യനേക്കാൾ 12 ടൈംസ് ഫാസ്റ്റർ ആണ്. നിനക്ക് സംസാരിക്കാനുള്ള പവർ എവിടെ നിന്നാ കിട്ടിയേ? കണ്ട, മാത്യു തോമസിന് ഇപ്പോൾ നിറയെ ചിത്രങ്ങൾ കിട്ടുന്നുണ്ട്. ഇപ്പൊ 2025 പിറന്നപ്പോൾ തന്നെ ബ്രോമാൻസ് വന്നു. അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ ഇപ്പൊ കടന്നു വരാനിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ബാക്കി കാണാം. That's an interesting question. എനിക്ക് തോന്നുന്നത് നമ്മൾ തമ്മിൽ എന്തോ ഒരു വൈബ് ഉണ്ടെന്ന്. Some frequency matches, you know? വളരെ കുഞ്ഞു സൗണ്ടാണ് നമ്മുടെ ഈച്ചയ്ക്ക് കൊടുത്തിട്ടുള്ളത്. ഈച്ചയും മാത്യു തോമസും തമ്മിലുള്ള പ്രണയമായിരിക്കും ചിത്രം പറയാൻ പോകുന്നതെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. ഇതിനു മുമ്പ് 1979 വർഷങ്ങൾക്ക് മുമ്പ് MG സോമന്റെയും സുകുമാരന്റെയും ലവ്ലി എന്ന് പറഞ്ഞൊരു ചിത്രം വന്നിട്ടുള്ളതാണ്. അപ്പൊ ആ ചിത്രം ഒരു പഴയ ചിത്രമാണെങ്കിലും നമ്മൾ ഈ ചിത്രത്തിൽ കാണിക്കാൻ പോകുന്ന ഈച്ചയാണ്. ഈച്ച. ബാക്കി കാണാട്ടോ നമുക്ക്. സോറി, ഞാൻ ഇച്ചിരി ഇമോഷണലായി പോയി, ക്ഷമിക്കണം. ഈച്ച അങ്ങോട്ട് തകർത്ത് മുന്നേറിയാണ്. ദിലീഷ് കരുണാകരനാണ് അതിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിട്ടുള്ളത്. ഈച്ചയുടെ കണ്ണീന്ന് വളർന്ന കാഴ്ചകളൊക്കെ നമ്മൾ ഈച്ച എന്ന് പറഞ്ഞ ചിത്രത്തിൽ കണ്ടിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് അതും. പക്ഷെ സാഹചര്യങ്ങളുടെ വ്യത്യാസം കൊണ്ട് ഈ ചിത്രത്തിന്റെ കഥയ്ക്ക് വേറെ തരത്തില് നമ്മളെ വേറൊരു വൈകാരികമായിട്ടുള്ള തരത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ബാക്കി കാണാട്ടോ നമുക്ക്. കണ്ണുക്കുള്ള 6000 ലെൻസ് വെച്ചിരിക്ക തമ്പി. മോഹൻലാലിന്റെ ബാറോസിന് ശേഷം ഇതാ വരുന്നു 3D ചിത്രം. അങ്ങനെ ലവ്ലി അങ്ങനെ ഒരു ഞെട്ടിക്കാനായിട്ടുള്ള ഒരു വരവാണ്. ഒരു കാര്യം പറയട്ടെ, ആ കാര്യം കേട്ടുകഴിഞ്ഞാൽ എല്ലാവരും ഞെട്ടും. അതെന്താന്ന് വെച്ചാൽ ഈ ലവ്ലി എന്ന് പറഞ്ഞ ചിത്രത്തിൽ ഈച്ചയ്ക്ക് ശബ്ദം കൊടുത്തിട്ടുള്ളത്, ഈച്ച എന്ന് പറഞ്ഞൊരു പെൺ കഥാപാത്രമാണ്. അപ്പൊ ആ ഈച്ചയ്ക്ക് ശബ്ദം കൊടുത്തിട്ടുള്ളത് ഉണ്ണിമായ പ്രസാദാണ്. ഞെട്ടിയില്ലേ? ഉണ്ണിമായ പ്രസാദ് എന്ന് പറഞ്ഞപ്പോൾ ഞെട്ടിയില്ലേ? ഇതാണ് കേട്ടോ ഉണ്ണിമായ പ്രസാദിന്റെ ചിത്രം. ഉണ്ണിമായ പ്രസാദ് ഒരുപാട് ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മികച്ച നടിയാണ്, മികച്ച അസിസ്റ്റിംഗ് ഡയറക്ടറാണ്. അതുപോലെ തന്നെ ജോജി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഉണ്ണിമായ പ്രസാദിന് മികച്ച അവാർഡും കരസ്ഥമാക്കുകയുണ്ടായിരുന്നു. അപ്പം വൻ വിജയമായി മാറട്ടെ എന്നുള്ള ആശംസിക്കുകയാണ്. ബാക്കിയും കൂടി നമുക്ക് കാണാം കേട്ടോ, ചിത്രത്തിന്റെ ബാക്കി. എനിക്കിപ്പോ എന്താ പേരിടുക? ലവ്ലി ഏപ്രിൽ 4-നാണ് തിയേറ്ററിൽ എത്താൻ പോകുന്നത്. അപ്പൊ ഒരു മികച്ച ചിത്രമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. കിരൺ ദാസ് ആണ് ഇതിന്റെ എഡിറ്റർ. അതേപോലെ തന്നെ ഈ ചിത്രത്തിൽ മനോജ് ഗജയൻ, ഗംഗ മീര ഒക്കെ അഭിനയിക്കുന്നുണ്ട്. അപ്പൊ മികച്ച ചിത്രമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, ടാറ്റ, ബൈ ബൈ.